എടാ നീ എന്റെ ആ ചതയ നക്ഷത്രം ഒന്ന് വായിച്ചേ. ചതയം. ധനനഷ്ടം, മാനഹാനി, ബന്ധുജനങ്ങളുടെ അപ്രീതി എന്നീ വ്യാധികൾക്ക് സാധ്യത. യൂട്യൂബർക്ക് റീച്ച് കൂടുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ നിയമലംഘനം നടത്തിയിട്ട് ഇതിനിടെ കൂടെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കണ്ട. നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. നിങ്ങളൊക്കെ തന്നെ അവനെ വഷളാക്കിയത്. കാരണം നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ്. കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ, യഥാർത്ഥ രാജ്യസ്നേഹി. നീ ആരാണ് അവനെ കുറിച്ച് പറയാനായിട്ട്? ശ്രദ്ധിക്കടാ. ഈ ആർക്കും എന്ത് ഗോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട. ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തണമെന്നാണ്. അതിപ്പോ ഇവിടെ ഉള്ളവരായാലും ശരി, പുറത്തുനിന്നുള്ളവരായാലും കൊള്ളാം, ചട്ടം ചട്ടമാണ്. ഈ കാര്യത്തിൽ തന്നെ കർശനമായ നടപടി എടുക്കാവുന്നതിൻ്റെ ഏറ്റവും കർശന നടപടി എടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം. ഞാൻ പെട്ടു ഇല്ലേ? അയ്യോ. MED വിളിച്ച് ഉപദേശിച്ച് വിടുമ്പോഴും പുറത്തു വന്നിട്ട് എന്റെ റീച്ച് കൂടി 10,000 കൂടി. കാര്യമായിട്ട് പറഞ്ഞാണ് എന്റെ ലൈഫിൽ, എന്റെ യൂട്യൂബ് കരിയറിൽ ഇങ്ങനത്തെ ഒരു റീച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. റീച്ച് അവിടെ ഇരിക്കട്ടെ, നിയമലംഘനം നടത്തിയാൽ റീച്ച് കൊണ്ട് വലിയ കാര്യമില്ല. ഒരു അബദ്ധം പറ്റിപ്പോയി, നമ്മളെ കൈ വെടിയരുത്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചില സ്ഥലത്ത് ആല് കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതിലൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ അനിയൻ ശുപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട. കിട്ടുകയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരാരും ഇത്തരം ശുപാർശകൾക്ക് കേൾക്കുന്നവരല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നാൽ നല്ലത്. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിടത്ത് ഞങ്ങൾ ഉപദേശിച്ചു, ശാസിച്ചു വിട്ടു എന്നൊന്നും ആയിരിക്കില്ല നടപടി. നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെന്റിന്റെ ഏറ്റവും അങ്ങനത്തെ പണിഷ്മെന്റ് ആയിരിക്കും. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂത്ത് കൈത്ത പോലെയായി. എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. 100% ഞാൻ യോജിക്കുന്നു. ഇതൊരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല. എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ്സിന് ചേർന്നല്ല. കാശിന്റെ കഴപ്പാ. അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം. പക്ഷെ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. അവിടെ ഒന്നും വെച്ചേക്കല്ലേ. പൈസ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞാൽ വീട്ടിൽ വെച്ചിട്ട് നീന്തന്നേ. പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഇട്ട് നീന്തണ്ടായില്ലേ? വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയുക, രാവിലെയും വൈകിട്ട് നീന്തുക, നല്ലൊരു വ്യായാമമായിരിക്കും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുന്ന സമയത്ത് സാധാരണ ജനം 3 ചോദ്യങ്ങൾ ചോദിക്കും. ഇവൻ എന്നാ വിദ്യാഭ്യാസമില്ലേ? ഇവൻ എന്താ വകതിരിവില്ലേ? ഇവൻ എന്താ നിയമത്തെ പേടിയില്ലേ? ഈ 3 കാര്യങ്ങളും ഇല്ലാത്ത ഒരാളാണ് സഞ്ജു ടെക്കി എന്നുള്ളത് അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ്. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണ്? തിന്നട്ടെല്ലിന്റെ കുത്തൽ അഥവാ കാശിന്റെ കുന്തളിപ്പ്. പണം അല്ല, പണമുള്ളവർക്ക് എന്തുമാകാം എന്നിവിടെ പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്. അപ്പോ എനിക്കും പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സതീഷിന്റെ ലവറാണെന്നാ കേട്ടത്. നേരാണോ? ആ അതെ. നമ്മുടെ ലൈഫില് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അല്ലെ? ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? അപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് മാത്രം നമുക്ക് എപ്പോഴും അത് തന്നെ മാത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് ആവത്തില്ല, നമുക്കൊരു ത്രില്ല് തോന്നത്തില്ല സ്വന്തം ലൈഫില്. അപ്പൊ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കത് പോസിറ്റീവിലോട്ട് മാറ്റാനുള്ള ഒരു ത്രില്ലിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അപ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാവുന്നത്, കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഓക്കെ, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മള് വിചാരിക്കുന്നേ. പിന്നല്ലാണ്ട് അപ്പൊ എന്റെ സ്വത്ത് ഇപ്പോഴും സൂപ്പർ ഹീറോ തന്നെയാണ്. എനിക്ക് വെറുതെ എല്ലാ നാട്ടില് കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനമല്ലേ? അതിന് ബോധമില്ലെന്ന് മനസ്സിലായി. നീയും കൂടെ അങ്ങനെ ആയാലോ? ആസ് ഓൾവേസ് യു ആർ മൈ സൂപ്പർ ഹീറോ സ്വത്ത്. ഐ ലവ് യു. സന്തോഷായില്ലേ? ഈ ലൈല മജ്നു പോലെ, ഈ നളനും ദയമന്തിയും പോലെ, കീചകനും പോലെ. ബോധമില്ലാ പെണ്ണിന് ഡാക്ടർ പയ്യൻ.